ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണർ റിലീസായി ഒട്ടനവധി മലയാള സിനിമകളാണ് തിയേറ്ററെത്തുന്നത്. ഈ സിനിമകളുടെ പ്രൊമോഷൻ ഇവന്റ് പരിപാടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. പൃഥ്വിരാജ് നായകനായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫ എന്ന സിനിമ ഓഗസ്റ്റ് 20-നാണ് തിയേറ്ററെത്തുന്നത്. മോഹൻലാൽ ക്യാമിയോ റോളിലും അഭിനയിക്കുന്ന ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ജിനു വി ഇബ്രഹാമാണ്. പൃഥ്വിരാജ് സുകുമാരൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വിവിധ ഇവന്റുകളാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. നാളെ ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച സൗദി അറേബ്യയിലെ റിയാദിലും, ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച ഇംഗ്ലണ്ടിലെ ലണ്ടനിലും, ഓഗസ്റ്റ് 15 ശനിയാഴ്ച UAE-യിലെ ദുബായിലും മെഗാ പ്രൊമോഷൻ ഇവന്റുകൾ ചാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓഗസ്റ്റ് 20-ന് ഓണർ റിലീസായി തിയേറ്ററെത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ ദുൽഖറിന്റെ അയാം ഗെയിമാണ്. നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ആന്റണി വർഗീസ് പെപ്പെ, മിസ്കിൻ, കയാദ് ലോഹർ, സംയുക്ത വിശ്വനാഥൻ, കതിർ, വിനയ് ഫോർട്ട് എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ജിംഷി ഖാലിദ്, ജോമോൻ ഡി ജോൺ എന്നിവരാണ് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. ചമൻ ചാക്കോ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ജേക്സ് ബിജോയിയാണ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ പ്രീ റിലീസ് പ്രൊമോഷൻ ഇവന്റ് ഈ വരുന്ന ആഗസ്റ്റ് 15 ശനിയാഴ്ച ഓസ്ട്രേലിയയിലെ മെൽബണിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ലണ്ടൻ, UAE എന്നിങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മെഗാ ഇവന്റുകൾ ചാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓണർ റിലീസായി തിയേറ്ററിലെത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ നിവിൻ പോളിയുടെ ബദ്രഹേം കുടുംബ യൂണിറ്റാണ്. ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് ഗിരീഷ് ഏടിയാണ്. മമിത ബൈജു, സംഗീത് പ്രതാപ്, ധ്യാൻ ശ്രീനിവാസൻ, റോഷൻ ഷാനവാസ്, വിനയ് ഫോർട്ട്, മീനാക്ഷി രവീന്ദ്രൻ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട മറ്റ് താരങ്ങൾ. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവരാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ചിത്രം നേരത്തെ ആഗസ്റ്റ് 20-നാണ് റിലീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നതെങ്കിലും 21-ലേക്ക് മാറ്റിയിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി അജ്മൽ സാബുവും എഡിറ്റിംഗ് ആകാശ് ജോസഫ് വർഗീസുമാണ്. സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത് വിഷ്ണു വിജയ്. ഓണർ റിലീസായി തിയേറ്ററെത്തുന്ന പാൻ ഇന്ത്യൻ സിനിമയാണ് ടോക്സിക്. KVN പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് യാഷ്, ഗീതു മോഹൻദാസ് എന്നിവരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ചിത്രത്തിൽ യാഷ്, കിയാര അദ്വാനി, നയൻതാര, ഹുമ ഖുറൈഷി, രുക്മിണി വസന്ത് എന്നിങ്ങനെ നല്ലൊരു വനിതാ താരനിരയും അണിനിരന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രാജീവ് രവിയാണ്. ഉജ്ജൽ കുൽക്കർണിയാണ് എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത് രവി ബസ്റൂർ. ഏകദേശം 500 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഓഗസ്റ്റ് 26-നാണ് തിയേറ്ററെത്തുന്നത്. കന്നഡയ്ക്ക് പുറമെ മലയാളം, തെലുങ്ക്, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിങ്ങനെ 6 ഭാഷകളിലായിട്ടാണ് തിയേറ്ററെത്തുന്നത്. ഈ സിനിമയുടെ കേരളത്തിലെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് പനോരമ മൂവീസാണ്. അതേസമയം ഓണർ റിലീസായി ഓഗസ്റ്റ് 7-ന് തിയേറ്ററെടുത്ത് നിലവിൽ വിജയം വരിച്ചു കഴിഞ്ഞ സിനിമയാണ് തുടക്കം. വിസ്മയ മോഹൻലാൽ നായികയായി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമ 6-ാം ദിവസം കൂടിയ ആദ്യ ബുധനാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. മോഹൻലാൽ ക്യാമിയോ റോളിൽ അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമയിൽ ആശിഷ് ജോ ആന്റണി, ബോബി കുര്യൻ, സായി കുമാർ, മനോജ് കെ ജയൻ, KB ഗണേഷ് കുമാർ, കോട്ടയം രമേശ്, ജാഫർ ഇടുക്കി, മിയ ജോർജ് എന്നിങ്ങനെ നല്ലൊരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. സിനിമയ്ക്ക് 5-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ചയും മികച്ച കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇന്നലെ 1,70,00,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സിനിമ നേടിയെടുത്തത് 13,80,00,000 രൂപയാണ്. സിനിമ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 26 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഓണർ റിലീസ് സിനിമകളിലെ ആദ്യ മലയാള സിനിമ കൂടിയായ തുടക്കം അങ്ങനെ വിജയ സിനിമയായി മാറിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് DC. ലോകേഷ് കനകരാജ് പ്രധാന താരമായി, അരുൺ മാതേശ്വരൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ വാമിക ഗബ്ബി, സഞ്ജന കൃഷ്ണമൂർത്തി എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട മറ്റ് താരങ്ങൾ. തമിഴിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമയ്ക്ക് എല്ലാ ഭാഷകളിലും മികച്ച ട്രെൻഡിങ്ങും സ്വീകാര്യതയുമാണ് കിട്ടിയിരിക്കുന്നത്. ചിത്രം ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 5 ദിവസം കൊണ്ട് തെലുങ്ക് പതിപ്പിൽ നിന്ന് കളക്ട് ചെയ്തത് 10,44,00,000 രൂപയാണ്. ഇവിടെ നിന്ന് ഷെയറായി 4,91,00,000 രൂപയും കിട്ടിയിട്ടുണ്ട്. ഹിന്ദി പതിപ്പിൽ നിന്ന് 5 ദിവസം കൊണ്ട് 2,49,00,000 രൂപയാണ് കിട്ടിയത്. ഷെയറായി 1,11,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം ചിത്രം തമിഴ്നാടിനെ അപേക്ഷിച്ച് കേരളത്തിൽ മികച്ച മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തത് 1,85,00,000 രൂപയായിരുന്നു. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 8,15,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അതേസമയം ഇന്നലെ ചൊവ്വാഴ്ച തമിഴ്നാട്ടിൽ 1,90,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 5 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 11,15,00,000 രൂപയാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസുമായി ബന്ധപ്പെട്ട് 50 കോടി പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നിലവിൽ 5 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി 52.5-53 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ദളപതി വിജയ് നായകനായി H വിനോദ് സംവിധാനം ചെയ്ത് ജൂലൈ 23-ന് തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ജനനായകൻ. ഈ സിനിമ 20-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 1,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 16,66,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 20 ദിവസം കൊണ്ട് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 156,60,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി 246 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 20 ദിവസം കൊണ്ട് 339,40,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിയേറ്ററെത്തുന്ന തമിഴ് സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. വെങ്കി അല്ലൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സൂര്യ, മമിത ബൈജു, രാധിക എന്നിവരാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ തമിഴ്നാട്ടിലെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെയാണ് ആരംഭിച്ചത്. സിനിമ തമിഴ്നാട്ടിൽ നിലവിൽ 1,20,00,000 റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ ഇതുവരെ ഈ സിനിമ വേൾഡ് വൈഡ് പ്രീസെയിലായി 3,70,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.